ഹായ് ഹലോ വെൽക്കം ടു പേപ്പർ ഫ്ലവർ ഗാർഡൻ. ഇന്ന് ഞാൻ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞ എൻ്റെ മദർ പ്ലാന്റ്സ് ആട്ടോ. ഇതിന് ഞാൻ കൊടുക്കുന്ന കെയറിങ്ങും മിക്സുമാണ് കേട്ടോ. പോട്ടി മിക്സൊക്കെ മാറ്റി മുകളിലെ പോട്ടി മിക്സ് ആട്ടോ മാറ്റി വേറെ മിക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ വീഡിയോ ആട്ടോ. ഇത് ബട്ടർ കപ്പ് വെറൈറ്റി ആട്ടോ, ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ്. പിന്നെ ഇത് നമ്മൾ ഫെയറോപ്പാലാണ്. ഇതിൻ്റെ പൂവൊക്കെ കണ്ടോ ഫെയ്ഡായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ കളയണം. പൂവ് ഇതിൽ നിന്ന് പിച്ച് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ. എന്നാലേ നമുക്ക് പുതിയ സ്റ്റേജിലേക്ക് നല്ല രീതിയിൽ ഫ്ലവർ വരുള്ളൂ. ഇതിൻ്റെയൊക്കെ കണ്ടോ പൂവൊക്കെ കഴിഞ്ഞു. ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചാട്ടോ. ഇതും എൻ്റെ മദർ പ്ലാന്റാണ്. ഇതിൽ നിന്നൊക്കെ കുറേ തൈകൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത് സെയിൽ ചെയ്താട്ടോ. ഈ 4 വലിയ ബോട്ടിൽ എങ്ങനെ ചെയ്യണം എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിനായി ഞാൻ 2-3 ദിവസം മുന്നേ റെഡിയാക്കി വെച്ച മിക്സാണിത് കേട്ടോ. മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇത് നമ്മളൊരു ബോട്ടിലാക്കിയാണ്ട് ഈ പോട്ടിന് ചുറ്റും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനു മുന്നേ നമ്മൾ പോട്ടിനെ ചുറ്റും ഒന്ന് കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മേൽമണ്ണ് മാറ്റി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം മേൽമണ്ണ് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യാം കേട്ടോ. ചുറ്റും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടി അധികം ഓവറായി ഉപയോഗിക്കണ്ട. ഇത് വലിയ പ്ലാന്റ് അല്ലേ, വലിയ പ്ലാന്റിന് അതനുസരിച്ച് കൊടുക്കുക. ഒരു പിടി നിറയെ കൊടുക്കുക. ചെറിയ പ്ലാന്റിന് അതനുസരിച്ചും ചെറിയ തോതിൽ കൊടുക്കുക കേട്ടോ. എല്ലുപൊടി ഏറിയാൽ പ്ലാന്റ്സിന് അത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ട് കിട്ടില്ല. ഇത് ബട്ടർ കപ്പാണ്, ഗ്രാഫ്റ്റ് ചെയ്ത എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല തടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നാടൻ വെറൈറ്റിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ കേട്ടോ. ഇതിൻ്റെ മേൽമണ്ണൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിന് കുറച്ചൊന്ന് ഉറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാസത്തിലൊരിക്കലും നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാറ്റി കൊടുത്ത് ഞാനിനി പോട്ടി മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഞാൻ അതിൽ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും കേട്ടോ. കണ്ടോ നല്ല ശാഖകളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. ഇത് കുറച്ചായി കേട്ടോ. ഇതൊരു 2 വർഷം പഴക്കമുള്ള പ്ലാന്റാണ്. നല്ല വലിയ ഫ്ലവേഴ്സ് ആട്ടോ. ബട്ടർ കപ്പ് റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഒരു നല്ല പർപ്പിൾ കളറും പൂവിൻ്റെ അഗ്രഭാഗത്ത് വലിയ പൂക്കളായിരിക്കും. അഗ്രഭാഗത്ത് വൈറ്റ് വരുന്ന ഫ്ലവേഴ്സാണ്. ഞാൻ ഇതിനും മിക്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം ഇറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇതിന് കൊടുത്ത വളമല്ലേ നമ്മൾ കൊടുത്തത്, അത് നമ്മൾ ഒഴുകി പോകും. അപ്പം പ്ലാന്റിന് കിട്ടൂലല്ലോ. ഇങ്ങനെ എല്ലാ പ്ലാന്റിനും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 4 എൻ്റെ വലിയ പ്ലാന്റാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചത്. ഇത് ടാങ് നോറട്ടാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിന് ഈ മിക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അധികം നിറക്കാതെ നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫെയറോപ്പാൽ വെറൈറ്റിക്കും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞ് ഫെയ്ഡായതാട്ടോ. നമ്മളുള്ള ഫ്ലവേഴ്സൊക്കെ ഇതിൽ നിന്ന് പിച്ച് ഒഴിവാക്കിയിടണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇലഞ്ഞ അയിലിൽ തന്നെ നിൽക്കും. ഫ്ലവേഴ്സ് അതിൽ നിന്നിട്ട് കാര്യമില്ല, ഫെയ്ഡായിപ്പോയി. ഹൈബ്രിഡ് വെറൈറ്റിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊന്നും പൊഴിഞ്ഞു പോകില്ല, അതിൽ തന്നെ നിൽക്കും. എല്ലാത്തിനും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ നന കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ നനയ്ക്കണം. ഇത് വലിയ പോട്ടല്ലേ, നല്ല രീതിയിൽ തന്നെ നന കൊടുത്ത് നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിട്ടുള്ള ഓരോന്നും നല്ല രീതിയിൽ ഞാൻ നനച്ച് കൊടുത്തിട്ടുണ്ട് ചുറ്റും. ഇത് നമുക്ക് നേരിട്ട് തന്നെ വെയിലത്ത് വെക്കാം കേട്ടോ. തണലത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല. മേൽമണ്ണ് വേറെ മിക്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബോഗൻവില്ല പ്ലാന്റ്സിന് കൊടുക്കുന്ന കെയറിങ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.